അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. വളരെ ചെറിയൊരു സൂറത്താണ്. 112-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയും. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സൂറത്ത് ഒരു 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ മുഴുവനായിക്കൊണ്ട് ഓതിയ പ്രതിഫലം കിട്ടുമെന്ന്. ഖുർആൻ മുഴുവനായിക്കൊണ്ട് ഓതിയ പ്രതിഫലം ആ സൂറത്ത് കൊണ്ട് കിട്ടുമെങ്കിൽ ഇത്ര ചെറിയ സൂറത്തിന് എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രാധാന്യം? അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആലയുടെ സിഫത്തുകളാണ് പറയുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങൾ, അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതായ ഒരു പ്രത്യേകമായൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. മാത്രമല്ല മറ്റൊരു സാഹചര്യത്തിൽ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ആ സൂറത്തുൽ ഇഖ്ലാസിനെ 10 പ്രാവശ്യം ഓതുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ ആ സൂറത്തുൽ ഇഖ്ലാസിനെ 10 പ്രാവശ്യം ഓതുകയാണെങ്കിൽ അവനക്ക് സ്വർഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുമെന്നാണ്. ഒരു കൊട്ടാരം അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ആ സൂറത്തിനെ ഇങ്ങനെ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 ഉള്ളത് 20 ആക്കി കഴിഞ്ഞാൽ 2 കൊട്ടാരം. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ഓരോ അനുഗ്രഹങ്ങളൊന്നും ആലോചിച്ച് നോക്കണേ. ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഒരു സാഹചര്യത്തിൽ ഒരു പരാതി പറയുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂലെ, ഒരു മനുഷ്യനുണ്ട്, ഞങ്ങൾക്ക് അൻസാരിൽപ്പെട്ട ഒരു മനുഷ്യൻ, അൻസാരികളിൽ പെട്ടതായ ആ മനുഷ്യന് എല്ലാ സമയത്തും എല്ലാ നിസ്കാരത്തിലും ഇമാമ് നിൽക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രമാണ് ഓതുന്നതെന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നബി തങ്ങളോട് പറയുന്നൊരു വാക്കുണ്ട്. എന്തിനാണ് ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ ഓതുന്നത്? ഓരോ നിസ്കാരത്തിൻ്റെതായ ഒരു സൂറത്തുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ മനുഷ്യനോടൊന്ന് പറയുന്നുണ്ട്, റസൂലെ ഇന്നി ഉഹിബ്ബുഹ, ആ സൂറത്തിനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയുന്നതായ ഒരു സൂറത്താണത്. അതുകൊണ്ട് അതിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെ നിന്ന് പറയുന്നൊരു വാക്കുണ്ട്, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലക്കൽ ജന്ന, അത് നിന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അത് കാരണത്താൽ ആ സൂറത്ത് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. അപ്പോൾ ഈ ഖുൽ ഹുവല്ലാഹു അഹദിൻ്റെ പ്രതിഫലം, ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കണം. എത്രമാത്രം വലിയ പ്രതിഫലമാണ്, എത്രമാത്രം വലിയ പ്രത്യേകതയാണ്.